ഇവിടെ എന്തിനു വന്നു? എന്റെ രവിയെ കാണാൻ. വീട്ടിൽ വന്ന് കാണുമ്പോൾ അത്ര ശരിയല്ലല്ലോ. രവി ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാമായിരുന്നു. നിന്റെ മുഖം കാണുന്നത് എനിക്കിഷ്ടമല്ല, നിന്നോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്നാൽ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ കാണാൻ വന്നത്. നിങ്ങളുടെ അച്ഛൻ വലിയ സ്ഥലത്ത് വിവാഹം ആലോചിച്ചിരിക്കുന്നത് ഞാൻ കേട്ടു. അത് വേണ്ടെന്ന് പറയാനൊന്നല്ല ഞാൻ ഇവിടെ വന്നത്. എന്നാൽ ഞാൻ വന്ന കാര്യം വേറെ. എന്താണ്? ജീവിതത്തിൽ സ്നേഹം, വിവാഹം, സുരക്ഷിതത്വം ഇതൊക്കെ നിങ്ങളെപ്പോലുള്ള പണക്കാർക്ക് മാത്രമാണ്. പാവങ്ങൾക്ക് അതിന് അർഹതയില്ല. നിങ്ങളിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. അതെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് തെറ്റായിപ്പോയി. നിങ്ങളെ എത്ര മറക്കാൻ ശ്രമിച്ചാലും കഴിയുന്നില്ല. പക്ഷെ ഒരു ദിവസമെങ്കിലും നിങ്ങൾ എന്റേതും ഞാൻ നിങ്ങളുടേതുമായി കഴിയണം. ഈ ഒരു ആഗ്രഹം മാത്രമേ ജീവിതത്തിൽ എനിക്കുള്ളൂ. ഞാൻ നിങ്ങളെ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. പ്ലീസ്. എങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ റൂം പറയട്ടെ? വേണ്ട വേണ്ട, നമുക്ക് എന്റെ വീട്ടിൽ പോവാം. ഫിനിഷ് ഇറ്റ്. ഇതാ കുടിക്കൂ. നീ ഇങ്ങനെ കുടിപ്പിച്ച ഞാൻ ഇപ്പൊ തന്നെ ഉറങ്ങി പോകത്തില്ലേ? ഇതാ. എന്താ എന്താ വലിപ്പുള്ള? ഇതൊരു നാട്ടിൽ പോയില്ലേ? എങ്ങനെ പോകാനാ? ഉള്ളത് ഒരു ബസ്, അത് നിർത്താതെ പോയി. ഇനി നാളെ രാവിലെ പോകാൻ പറ്റൂ. അതാരാ കുഞ്ഞ്? ആരാ അത്? അത് എന്റെ അടുത്തൊരു സ്നേഹിതനാ. അതെയാ? എന്നെ കാണാൻ വന്നതാ. അതെയോ? ആ, പോട്ടെ പോട്ടെ പോട്ടെ. വല്ലാണ്ട് വിശക്കുന്നു. ഇനി നാളെ രാവിലെ നാട്ടിൽ പോവാ. ഇനി 2 ദിവസം കഴിഞ്ഞ് കുഞ്ഞിന്റെ വല്ലതും കിട്ടത്തുള്ളൂ. വല്ലാണ്ട് വിശക്കുന്നു. വല്ലതും താകുഞ്ഞ് പോയി കൈ കഴുകിട്ടുവാ. കഴിയണോ? നല്ല സമയത്തെല്ലാം നശിപ്പിച്ചു. ഞാൻ പോകുന്നു. വിഷമിക്കരുത് രവി, നാളെ തീർച്ചയായും വരണേ. ഞാൻ കാത്തിരിക്കും കേട്ടോ. ഓക്കേടാ. തീർച്ചയായും വരണേ. അങ്ങനെ എനിക്ക് നാളെ ആയിരിക്കും നിങ്ങളുടെ ആദ്യ രാത്രി. നാളെ രവി വരും. എന്റെ ആഗ്രഹങ്ങൾ നിറവേറും. രാധേ, നമ്മുടെ രവിയുടെ വിവാഹം ഈ നാട്ടിൽ ആരും നടത്താത്ത വിധത്തിൽ ഗംഭീരമായി നടത്താൻ ഞാൻ തീരുമാനിച്ചു. എന്ത് പറയുന്നു? ആഹാ, നിങ്ങൾ ഗംഭീരമായി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ആ പഴയ രമയില്ലേ, അവളുടെ കൂടെ ദിവസവും കറങ്ങാണ് നിങ്ങളുടെ മോൻ. രമ? അവളെന്താ ജയിലിൽ വന്നത്? അവൾ എന്ന് വന്നോ അന്ന് തുടങ്ങി ഈ ബന്ധം. ഓഹോ, ഇതിങ്ങനെ വിട്ടാൽ കാര്യം വഷളാണ്. ഇതിനെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അതെന്താണെന്ന് എന്നോട് പറയില്ലേ? നിന്നോട് ഞാൻ പറയില്ലേ? കഴിഞ്ഞോണ്ട്. അതെന്തിനാ? നീ ഇന്ന് മരിക്കുന്ന ദിവസമല്ലേ? അതാ മരിക്കുന്ന ദിവസം. എന്താ നീ പറയുന്നത്? അതേ രമേ, ഇന്ന് രാത്രി നീ ഉറങ്ങിക്കിടക്കുമ്പോ ഈ വീടിന് തീ വയ്ക്കാൻ ആ പുരുഷോത്തമൻ ഏർപ്പാട് ചെയ്തിരിക്കുന്നു. മരിക്കുമ്പോ നല്ല വേഷമൊക്കെ ഇട്ട് മരിക്കുന്നല്ലേ നല്ലത്. അതുകൊണ്ടാ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുന്നു. നോക്കൂ, എനിക്ക് സമയമില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇത് സ്ലീപ്പിംഗ് പിൽസ്. ഇത് നല്ലവണ്ണം പൊടിച്ച് അല്പം മദ്യത്തിലിട്ട് രവിക്ക് കൊടുക്കണം. നിന്റെ ഫസ്റ്റ് നൈറ്റ് നന്നായിരിക്കും. മകന്റെ ആഗ്രഹം ഫസ്റ്റ് നൈറ്റ്, അച്ഛന്റെ ആഗ്രഹം വീടിന് തീവയ്ക്കൽ, രണ്ടുപേരുടെ ആഗ്രഹം ഫിനിഷ്. രവി,
നിൽക്കവിടെ. മദ്യപാനം, വ്യഭിചാരം, ചതി, വഞ്ചന, കൊല, കള്ളക്കടത്ത്, ബ്ലാക്ക് മെയിലിംഗ് മുതലായ എല്ലാ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുകയും ചെയ്യിക്കുന്നവനുമാണ് ഈ പുരുഷോത്തമൻ. അങ്ങനെയുള്ള എന്റെ മകൻ വ്യഭിചരിക്കാൻ പോകുന്നു എന്നറിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നു എന്നൊന്നും ഞാൻ വിചാരിക്കില്ല. ഞാനിത് എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ, നിനക്ക് മാന്യമായ ഒരിടത്ത് വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് വിവാഹത്തെപ്പറ്റി ഞാൻ നിന്നോട് പലതവണ സൂചിപ്പിച്ചപ്പോഴെല്ലാം നീ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ആ രമ ഞാനാണ് നിന്റെ അച്ഛനെന്ന് അറിഞ്ഞിട്ടും എന്നെ കൊല്ലാൻ വന്നതും അവൾ ജയിലിൽ പോയതും മറ്റെല്ലാ കാര്യങ്ങളും നിനക്കറിയാം. അവൾ ജയിലിൽ നിന്ന് വന്നതും അവളുടെ പുറകെ ചുറ്റിക്കറങ്ങണമെങ്കിൽ നിനക്ക് അവളോട് എത്ര മോഹമുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എടാ, ഒരു കാര്യം മാത്രം പറയാം, ഓർമ്മിച്ചു. എന്റെ ജന്മശത്രു, അജന്മശത്രു. നോക്ക് നോക്ക്, നീ ആ പെണ്ണിന്റെ കൂടെ അല്ലാതെ വേറെ ഏത് പെണ്ണിന്റെ കൂടെ പോയാലും ഞാനൊരു തടസ്സവും പറയില്ല. ഡാഡി, എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് സത്യം പറയാതിരിക്കുന്നത് ശരിയല്ല. ഞാൻ അവളെ കാണാൻ തന്നെയാണ് പോകുന്നത്. ഇംപോസിബിൾ. ഞാൻ പറയുന്നത് അനുസരിക്കണം, അനുസരിച്ചേ പറ്റൂ. ഡാഡി, ഞാൻ അവിടെ ചെല്ലാമെന്ന് വാക്ക് കൊടുത്തതാണ്. നിങ്ങളുടെ മകനാണ് ഞാനെങ്കിൽ ഞാൻ ആ വാക്ക് തെറ്റിക്കില്ല. രവി, പുലരുന്നതിന് മുമ്പ് ആ രമി അവളുടെ കുടിലും ഭസ്മമായി മാറിയിരിക്കണം. ആ ഒരു കാര്യം, തീ വയ്ക്കുന്നതിന് മുമ്പ് അവൾ ഒറ്റയ്ക്കാണെന്ന് ബോധ്യം വന്നിട്ട് തീ വയ്ക്കാവൂ. മനസ്സിലായല്ലോ? വയ്ക്കണോ? ഓക്കെ. രാധേ, രാത്രി ഇതിനെങ്കിലും എനിക്ക് ഭാഗ്യമുണ്ടായല്ലോ. അവസാനത്തെ കൂടിക്കാഴ്ചയാണെങ്കിലും. വരൂ. നീ വിചാരിക്കുന്ന പോലെ ഇത് നമ്മുടെ അവസാന രാത്രിയല്ല. ഞാൻ വേറെ വിവാഹം കഴിച്ചാലും ഇടയ്ക്ക് നിന്നെ ഒന്ന് കാണും. ഞാനിതാ വരുന്നു.